ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു കുട്ടി ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം 5:30 ആയിട്ടുണ്ട്. അപ്പം ട്രെയിനാണ് പോകുന്നത്. പെട്ടെന്ന് ചെടപിടി ഒന്ന് പാക്ക് ചെയ്യാം. ഞങ്ങളുടെ ഞങ്ങളുടെ ട്രാവലറിൽ ട്രാവൽ ചെയ്ത് മൂന്നാർ എത്തുകയാണ്. ഞങ്ങൾ ആക്ച്വലി ഒരു 2 ഡേ ട്രിപ്പാണ് പോയേക്കുന്നത്. നമ്മുടെ കൊളുക്ക് മലയിലേക്കാണ് പോയത്. അതൊരു വിമൻസ് ട്രിപ്പാണ്, ഒരു ഗ്രൂപ്പിലൂടെയാണ് പോയത്. സോ അതാകുമ്പോൾ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്, ടെൻറ്റിൽ. സോ ആദ്യമായിട്ടാണ് ഞാൻ ടെൻറ്റിലൊക്കെ സ്റ്റേ ചെയ്ത് നിൽക്കുന്നത്. സോ ഐ എം ക്വൈറ്റ് എക്സൈറ്റഡ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പം തന്നെ പെട്ടെന്ന് മറ്റേ കൊളുക്ക് മീശപ്പുലിമല കാണാൻ പോയി. കാരണം ഇപ്പം ന്യൂ ഇയറിൻ്റെ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരിക്കും. സോ ഞങ്ങൾ വൈകുന്നേരം തന്നെ പോയി കാണാമെന്ന് വെച്ചു. ഇന്ന് കുറച്ച് റഷ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളി ഓഫ് റോഡിങ് ആയിരുന്നു. കാരണം ഭയങ്കര കുലുക്കമായിരുന്നു, പിടിച്ചിരുന്നില്ല, തെറിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൈഡിലെ ഭംഗിയൊക്കെ ആസ്വദിച്ച്, ഓഫ് റോഡിങ് ആസ്വദിച്ച് അങ്ങനെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര ഭംഗിയാണ്. ഒരു പീസ് ഓഫ് മൈൻഡാണ് കേട്ടോ ശരിക്കും ഈ സ്ഥലത്ത് അപ്പോഴത്തേക്കും നല്ല കോടയും തണുപ്പും തുടങ്ങി. ഞങ്ങൾ വന്നപ്പം വലിയ തണുപ്പില്ലാത്തതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ആരും സ്വെറ്റർ എടുത്തില്ലായിരുന്നു. തണുപ്പ് മരിച്ചാണ് ഞങ്ങൾ മുകളിൽ കയറിയത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്കിൻ അതിനോട്ട് അഡ്ജസ്റ്റ് ആയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് തണുപ്പൊന്നും അറിയാനേ പറ്റുന്നില്ലായിരുന്നു. ഈ വൈകുന്നേരമായിട്ടാണ് ഇത്രയും തിരക്കണം. അപ്പം ഞങ്ങളുടെ രാവിലത്തെ കാര്യം പിന്നെ പറയേ വേണ്ട, നമുക്ക് ഒന്ന് അടുക്കാൻ പോലും പറ്റും, അതുപോലെ തിരക്കായിരിക്കും. സോ ഈ പാറ കാണാൻ വേണ്ടിയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. കണ്ട ഒരു പുലിയുടെ ഒരു ഷേപ്പില്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മീശപ്പുലിമലയൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ മല ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കും നല്ല തണുപ്പും കൂടി വരികയാണ്. സോ ഞാനിങ്ങനെ മറ്റേ പുക വരത്തില്ലേ വായിക്കൂടെ, തണുപ്പ് കൂടുമ്പോൾ ആ ഒരു സംഭവം ട്രൈ ചെയ്യാം കേട്ടോ. വീഡിയോയിൽ കിട്ടുന്നില്ലായിരുന്നു. സോ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തെത്തി. അപ്പോൾ രാത്രിയിലത്തെ ഇവിടുത്തെ കലാപരിപാടി മ്യൂസിക്കാണ്. സോ ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് പിന്നെ പതുക്കെ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ അപ്പോഴും ഓടിപ്പോയി ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഡേ മോർണിംഗിലെ വ്യൂ കാണിക്കാം കേട്ടോ. എന്ത് ഭംഗിയാണ്, ഒരു ഭയങ്കര പീസ് ഓഫ് മൈൻഡും കാമും ഹാപ്പിനെസ്സും ഒക്കെ തരുന്നുണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ്. ഇതിനകം ഇപ്പം ഞങ്ങൾ കിടന്ന ഒരു അലങ്കോലമാക്കിയതാണ്. അപ്പം ഇതാണ് വ്യൂ ആൻഡ് ഐ എം കൈൻഡ് ഓഫ് എൻജോയിങ് ഇറ്റ്. സോ ലെറ്റ് മീ ഷോ രാവിലത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഇനി അടുത്ത പരിപാടി നമ്മൾ വാട്ടർഫോൾ കാണാൻ പോവാണ്. എൻ്റെ അടുത്ത് തന്നെ ഒരു വാട്ടർഫോൾ ഉണ്ട്. സോ അവിടോട്ട് പോവാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്ത് ജസ്റ്റ് വാട്ടർഫോൾ കാണുക, തിരിച്ചു പോരുവാന്നായിരുന്നു. കാരണം ഭയങ്കര തണുപ്പായിരിക്കും, അപ്പോൾ കാല് പോലും മൂക്കാൻ പറ്റത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ പതുക്കെ കാല് മൂക്കി അങ്ങനെ ഫുൾ ഞങ്ങളങ്ങ് വെള്ളത്തിലിറങ്ങി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് റെസ്റ്റ് എടുക്കാൻ കിട്ടി. അപ്പം ഞാൻ ടെൻറ്റിൽ നിന്നൊന്ന് ആസ്വദിക്കുമായിരുന്നു ഒറ്റയ്ക്കിരുന്ന്. അങ്ങനെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് മേക്കപ്പും ചെയ്യുന്നു. അധികം മേക്കപ്പൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ലിപ്സ്റ്റിക്കും ഒരു കണ്ണെഴുതി പൗഡർ ഇട്ടു. അപ്പോൾ ഇതായിരുന്നു ടെൻറ്റിലെ ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് സൂര്യനെല്ലിയിൽ സിപ്പ് ലൈൻ ആ സംഭവം ചെയ്യാൻ പോവാണ്. പിന്നെ ടിക്കറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട്, 500 rupees per person. അപ്പം ഇനി ഞാൻ സിപ്പ് ലൈൻ ചെയ്യട്ടെ. ഇത്രയും നേരം ഞാൻ സൈഡിലോട്ടൊന്ന് നോക്കി, ഇപ്പം ഞാൻ താഴോട്ടൊന്ന് നോക്കി. ആഹാ, ഇത്രയും ഉയരമാണോ ഞാൻ അപ്പോഴാണ് കാണുന്നത്. അങ്ങനെ സിപ്പ് ലൈനൊക്കെ കഴിഞ്ഞു.
പിന്നെ നമ്മൾ അവിടെ ആനയിറങ്ങൽ ഡാമിൽ പോയി. അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ച് അവിടുത്തെ ഭംഗിയൊക്കെ കണ്ട്. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ കുട്ടി ട്രിപ്പായിരുന്നു. പിന്നെ നമ്മൾ ലുലുവിൽ കയറി എറണാകുളത്ത് അവർ ഡ്രോപ്പ് ചെയ്തു. ഇത് മറ്റേ ഗിന്നസ് റെക്കോർഡിൻ്റെ ആ ഡാൻസ് പരിപാടിയിൽ ആൾക്കാർ പിള്ളേർ പോകുന്നതാണ്. സോ അപ്പം ഇത്രയും ഉള്ളായിരുന്നു നമ്മുടെ കുട്ടി ട്രിപ്പായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.